ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചലഞ്ചിങ് ആയ ക്യാരക്ടർ ആണെന്നാണ് ഒരു ഷോട്ടിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നത് അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ട് എങ്ങനെ അത് എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്യേണ്ടി വന്നു എനിക്ക് സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരുടെ വിഷമങ്ങളും അവരുടെ പേഴ്സ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ് മനസ്സിലാക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഉണ്ണീനെ ഭയങ്കരമായിട്ട് ഞാൻ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന്. ഉണ്ണിച്ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് സൂപ്പർ ഹീറോ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർമാനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഉണ്ണിച്ചേട്ടൻ എവിടെ ആദ്യം കൊണ്ടോ ഏത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും? ഇതിലാകെയുള്ള ഒരു എന്റർടൈൻമെന്റ് നമ്മൾ കണ്ടെത്തി അവിടെ നല്ലൊരു ഭംഗിയുള്ള കുട്ടി ഉണ്ടായിരുന്നു. ഒരു നല്ല ഭംഗിയുള്ള കുട്ടി. ഒരു ആവശ്യമില്ലാണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ തിരിയും കളിയും ചിരിയും ഓവറായിട്ട് ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയെങ്കിലും എൻ്റെ സിനിമയിൽ പോലെ എനിക്ക് ഇത്ര നല്ല സീൻ കിട്ടി. ദെൻ ഐ തോട്ട് ഞാൻ ഇനി ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഇനിയൊരു കിട്ടിയ അവസരമാണ് ഞാനത് വെറുതെ കളയില്ല. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് ഭയങ്കര അഭിനയം അങ്ങനെ ഛർദിക്കുക. അപ്പൊ ആൾക്കാർ ഓടി വരും. 10 പേര് കട്ട് ചെയ്ത ഇവൻ പോവും. അപ്പൊ വിദ്യുത്തുള്ള നോട്ടങ്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയ് ഗണേഷില് ഇപ്പൊ ഡിഫിക്കൽട്ടീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇതിൽ വീൽ ചെയറിലുള്ളവർക്ക് അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചലഞ്ചിങ് ആയ ക്യാരക്ടർ ആണെന്നാണ്. ഒരു ഷോട്ടിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നത് അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ട് എങ്ങനെ അത് ആക്ച്വലി ആദ്യം ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത ആ വീൽ ചെയറാണ്. ആൻഡ് ഞാൻ വിചാരിച്ച് സ്മൂത്ത് ആയിരിക്കും. ബട്ട് എനിക്ക് അത് മെനുവർ ചെയ്യാൻ കുറച്ച് ഞാൻ പഠിച്ചു പെട്ടെന്ന്. ബട്ട് ആസ് എ ക്യാരക്ടർ ഐ തിങ്ക് ഞാൻ ഒരു കാര്യം നേരത്തെ രഞ്ജിത്തും ഞാനും തീരുമാനിച്ചു വെച്ചാൽ ഇതൊരു പാത്തോ ഒരു തോറ്റു പോകുന്ന ഒരാളുടെ കഥയായിരിക്കില്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ ഭിന്നശേഷിയിൽ പെടുന്ന ആൾക്കാരെ കുറിച്ച് സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ ദർ ഇസ് ഒരു സാഡ് നോഷൻ ടു ഇറ്റ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതങ്ങനെയല്ല. ഇയാൾ ഏറെക്കുറെ എന്നെ പോലെയാണ് ഈ കഥാപാത്രം. ഡെഫിനറ്റ്ലി അതിൽ ഹൈസ് ആൻഡ് ലോസ് ഉണ്ട് സിനിമയിൽ. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്യേണ്ടി വന്നു എനിക്ക് സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരുടെ വിഷമങ്ങളും അവരുടെ പേഴ്സ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ് മനസ്സിലാക്കാൻ. പാർവതി, ഞാൻ ആദ്യത്തെ 10 ദിവസത്തിൽ 4 കിലോ വെയിറ്റ് ഗെയിൻ ആയി. 10 ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡ് വളരെ ലിമിറ്റഡ് ആയിട്ട് ഡയറ്റ് ഫുഡായിരുന്നു. ഐ സ്റ്റിൽ ഗെയിൻ 4 kgs ഇരുന്നിരിപ്പിൽ. അപ്പോൾ എനിക്ക് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇവർ വിചാരിക്കുന്ന ഫുഡ് പോലും കഴിക്കാൻ പാടില്ല എന്ന്. ഐ ഡോണ്ട് നോ ഇഫ് ദേ പ്രാക്ടീസ് ഇറ്റ് ഓർ നോട്ട്. ബിക്കോസ് ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കുറച്ച് കുറവായതുകൊണ്ട് ഫുൾ ടൈം ഇരിപ്പായതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ഈസ് വെരി ഫാസ്റ്റ്. വെയിറ്റ് ഗെയിൻ ഈസ് എക്സ്ട്രീംലി ഫാസ്റ്റ്. അപ്പോൾ ഫുഡ് ഭയങ്കര വിശന്നാലും കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി റൈറ്റ് ഓർ നോട്ട്. ഞാൻ എൻ്റെ ഫുഡ് ഇൻടേക്ക് ഭയങ്കരമായിട്ട് കുറച്ചു. ഏറ്റവും ഡ്രമാറ്റിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സങ്കടം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരുന്ന് ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആരും കേൾക്കില്ല. നമ്മുടെ POV ഇവരെല്ലാവരും ഈ ഹൈറ്റിലല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ പേസിൽ സംസാരിക്കുമ്പോൾ തന്നെ അവർ മൈൻഡ് ചെയ്യില്ല. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. വി ആർ ഓൾ ട്യൂൺ ടു. അപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ലൈഫിനെ കുറിച്ചും സൊസൈറ്റി, ദി എൻജിനീയറിംഗ്, ദി ആർക്കിടെക്ചർ എല്ലാം ഈ സോ കോൾഡ് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടത്. ഈ ക്യാരക്ടർ ചെയ്തപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ്, ഓ മൈ ഗോഡ്, ഇത് ആരുടെയും കുഴപ്പമില്ല, ബട്ട് ഒരു പേഴ്സ്പെക്റ്റീവ് കണ്ടെത്താൻ ഒരു സിനിമ അല്ലെങ്കിൽ കഥാപാത്രം വേണ്ടി വന്നു. ദാറ്റ്സ് എ റിഗ്രറ്റ്. ഇനി പക്ഷേ വി ആർ ജസ്റ്റ് ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ്. ബട്ട് ഈ സിനിമ ചെയ്ത് അല്ലെങ്കിൽ സിനിമ റിലീസായി ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഐ പ്രോമിസ് യു വൺ തിങ്, ഒരു മിനിമം ഗൂസ് ബംസ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ഹൗ ദ ക്യാരക്ടർ ഹാസ് ബീൻ സ്കെച്ച്ഡ്. നിങ്ങളിതിൻ്റെ ഒരു പാട്ട് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, നേരം എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ്. മാത്രമല്ല ഈ സിനിമയെ കുറിച്ചുള്ള സ്പെക്കുലേഷൻസ്, ഇതിനെക്കുറിച്ച് മുൻവിധികൾ വെച്ചിട്ട് സംസാരിച്ച ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദേ മൈറ്റ് റാദർ സ്റ്റേ സൈലൻറ്റ് ഓർ ഇൻ കേസ് ദേ ഹാവ് സം ജെന്യൂനിറ്റി ഇൻ ദം, ദേ വിൽ ഹാവ് ടു സ്പീക്ക് ദ ട്രൂത്ത് ഒരു സിനിമയെക്കുറിച്ച്. അപ്പോൾ ഒരു സിനിമ എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു ലൈഫിനെ കുറിച്ച് നല്ലൊരു പെർസ്പെക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. ഐ എം മോർ സോബർ ഇൻ ടേംസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് ടുവേർഡ്സ് ലൈഫ്. അതാണ്. മാനറിസംസ് ഒക്കെയോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യും? ഞാൻ ആരെയും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനോ മിമിക്കാൻ പഠിച്ചിട്ടില്ല. ബിക്കോസ് ഇത് ചെയ്യാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞാനും ഇതിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് ബാലൻസ് പോയിട്ട് ഒരു ഭയങ്കര വീഴ്ച കിട്ടിയിട്ടുണ്ട്. ലക്കിലി ആ ഡിസൈൻ ഓഫ് ദി വീൽ ചെയർ വാസ് സച്ച് ദാറ്റ് എൻ്റെ തല പോയി ഇടിച്ചില്ല.
Okay. ബിക്കോസ് അങ്ങനെ ഹെൽമെറ്റ് നമ്മുടെ ടീച്ചറിൽ കാണിക്കുന്ന ഷോട്ടാണോ? ടീച്ചറിൽ ആ ഷോട്ട് ഉണ്ടോ? ഇങ്ങനെ വീഴുന്ന ഒരു സംഭവം. ഒരു വീഴ്ചയുണ്ട് ടീച്ചറിലുണ്ടോ? അത് അതിനി അച്ഛൻ പറഞ്ഞ ബൈക്കിൽ നിന്ന് വീഴുന്നതാണോ? എനിക്കത് അല്ല, സിനിമയിലുണ്ട്. ഞാനൊരു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറിലില്ല, പക്ഷേ ഐ ഹാഡ് എ മേജർ ഫോൾ. ഇപ്പം ഇവിടെയും കൈയൊക്കെ പോയി. നമ്മളിങ്ങനെ വീൽ ചെയർ ഇങ്ങനെ ഓടിച്ചു വിടുമ്പോൾ എൻ്റെ കൈ എപ്പോഴും ഇതിൽ പോവും. ബട്ട് അഗെയിൻ ഐ ജസ്റ്റ് സേ ദാറ്റ് അത് ഇറ്റ്സ് ഓക്കെ. അത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ബട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സിനിമ ചെയ്യാനുള്ളൊരു ഐ എം വെരി പ്രൗഡ് ദാറ്റ് എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞു. നല്ല ക്യാരക്ടർ ആൻഡ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ലൈക്ക് ഐ സെഡ്, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള തീരുമാനം, ദാറ്റ് ഈസ് ഇനി ആരും അങ്ങനെ ടെൻഷൻ എടുക്കണ്ട, നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള തീരുമാനമെടുത്തത് ബിക്കോസ് നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ്. ഇപ്പോൾ അതിൽ പറയുന്നുണ്ട് അശോകൻ ചേട്ടൻ ഇങ്ങനെ ബൈക്കർ ആവണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം എന്ന്. അപ്പോൾ ഉണ്ണിച്ചേട്ടന് പണ്ട് ഇതുപോലെ ക്രിക്കറ്റർ ആവണം എന്നായിരുന്നു. ഞാനത് പറയാം, ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രമാണ്. ലൈക്ക് ആ ഫ്രസ്ട്രേഷൻ അവനും ഉണ്ട്. ബിക്കോസ് ഞാനൊരു ആക്ടർ ആണെങ്കിലും എൻ്റെ മൈൻഡ് സെറ്റ് ഒരു സ്പോർട്സ്മാൻ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. എനിക്കങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഉണ്ണീനെ ഭയങ്കരമായിട്ട് യു ക്യാൻ, ഞാൻ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന കുട്ടിയാണ്. ഐ ഫീൽ ഐ ക്യാൻ ടേക്ക് ഓൺ. ഐ മീൻ എനിക്ക് എപ്പോഴും ഞാനൊരു ലൈഫ് തന്നെ ഫസ്റ്റ് 10 over 20 over 30 over 40, അത് ആദ്യത്തെ 10 വർഷം, രണ്ടാമത്തെ 10 വർഷം 30. സോ യു ഹാവ് ദ ടൈം ടു കം അപ്പ് ഇൻ ലൈഫ്. എൻ്റെ ഞാൻ പറഞ്ഞില്ല, സിനിമയിലും തന്നെ ഞാൻ നായകൻ ടു വില്ലൻ പോയ ആളാണ്. സൈഡ് കിക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജസ്റ്റ് സിനിമയിലൊന്നും ഞാൻ കൈകൊട്ടിയിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് എല്ലാവർക്കും, ശരി അങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെ തന്നെ ആവട്ടെ. ബട്ട് എല്ലാവരുടെ ലൈഫ് അങ്ങനെ ആവണമെന്നില്ല. ഞാനായിട്ട് ഡിസൈൻ ചെയ്ത ചില കാര്യങ്ങളാണ്. സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടൻ ക്യാമിയോ റോൾസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. ബിക്കോസ് ഐ അണ്ടർസ്റ്റുഡ് ഇത് സൗഹൃദം ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സോ ഐ തോട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു സമയം കണ്ടെത്തി പോകേണ്ട ഇനി ആവശ്യമില്ല. അതൊക്കെയാണ് ലൈഫിലുണ്ടായ ചില മാറ്റങ്ങളിലേക്ക്. ഇപ്പോൾ എനിക്ക് അത്രയും ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഞാനിനി എൻ്റെ സമയം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം സമയം കണ്ടെത്തി പോയ ആളാണ്. ഓക്കെ, അത് ചെയ്യാൻ ചെയ്യാം. ഇതിൽ പറയുന്ന പോലെ അച്ഛൻ അറിയാതെ ബൈക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ടോ? യെസ്, എൻ്റെ അച്ഛൻ ആക്ച്വലി യമനിൽ ജോലിക്ക് പോയപ്പോൾ അച്ഛൻ്റെ ബൈക്ക് അവിടെ, അത് ഭയങ്കര ഡാർക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അല്ല അത് സോ ഞാൻ 11th സ്റ്റാൻഡേർഡിലെത്തി. ഞാൻ ഈ കാര്യം ഇന്നലെ മഹിമയോട് പറഞ്ഞോളൂ. ജസ്റ്റ് ഇങ്ങനെ കാഷ്വൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ 11th സ്റ്റാൻഡേർഡിലെത്തിയപ്പോൾ ഞാൻ പോയ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് സ്കൂളായി പോയി. വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾ. ഈ സ്കൂളിനെ കുറിച്ചാണ് PM ഇസ്രായേലിൽ പോയപ്പോൾ സംസാരിച്ചത്. ദാറ്റ് ഈസ് ബിക്കോസ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫ്രം ഇസ്രായേലാണ്, ജൂയിഷ്. സോ വെൻ ഹി വാസ് ഇൻ ഇസ്രായേൽ, പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നമ്മൾ പഠിച്ച സ്കൂളിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നു അവിടെ. പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ ഭയങ്കര കഷ്ടകാലമായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് സ്കൂൾ, എന്നാൽ ഗ്രൗണ്ടില്ല. പോകണമെങ്കിൽ ഇങ്ങനെ ദൂരമൊക്കെ പോകണം. മീൻസ് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിലൊക്കെ ഇത്തിരി സ്പോർട്സിനോട് ഇത് ഭയങ്കര അക്കാഡമിക്കലി സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അന്ന് പോളിടെക്നിക് പഠിക്കാൻ പോവാ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അവനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട്, എടാ നീ ഇങ്ങോട്ട് പോവാ, കോമേഴ്സ് ആണ് നെക്സ്റ്റ്. അപ്പോൾ ഞാൻ ഇവന് മാത്രം നല്ല സ്കൂളാണ്, പക്ഷെ ആരുമില്ല. എൻ്റെ മറ്റ് ഫ്രണ്ട്സ് എല്ലാവരും നെൽസൺ എന്ന് പറഞ്ഞ വേറെ സ്കൂളുണ്ട്. സോ ദേ ഓൾ വെന്റ് ദേർ. വേറെ സ്കൂൾ സയൻസിലേക്ക് പോയി. അങ്ങനെ ഞാൻ കോമേഴ്സ് പോയി. അങ്ങനെ ഇവിടെ വേറെ പെട്ട്. ബിക്കോസ് പെർ ക്ലാസ് റൂം ദേ വർ 75 സ്റ്റുഡൻസ്. അപ്പോൾ ഒരു ഡിവിഷൻ 4 ഡിവിഷൻ, ഒരു സ്റ്റാൻഡേർഡ് വാസ് ഡിവൈഡ് ഇൻറ്റു 4 ഡിവിഷൻ, ABCD. നിനക്ക് 150 300 സ്റ്റുഡൻസ്. ആരാരെന്ന് പോലും അറിയില്ല, അത്ര വലിയ അസംബ്ലി. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുക. ഇതിൽ ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടെത്തി. അവിടെ നല്ലൊരു ഭംഗിയുള്ള കുട്ടി ഉണ്ടായിരുന്നു, ഒരു നല്ല ഭംഗിയുള്ള കുട്ടി. പിന്നെ രാവിലെ കറക്റ്റായിട്ട് കുളിച്ച് അവിടെ പോകുന്നു. അപ്പോൾ ഹിമാൻഷു എന്നാണ് പേര്, ബംഗാളിയാണ് സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബംഗാളി ഭാഷ അറിയാം. അതെ. അപ്പോൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ വരും. അങ്ങനെ പോകും. പിന്നെന്ന് വെച്ചാൽ നമുക്കുള്ള ടെൻഷനായി പോയി. എന്ന് വെച്ചാൽ ഇവൾക്ക് എന്നേക്കാളും ഹൈറ്റ് കൂടുതലാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ വെച്ച് എങ്ങനെയെങ്കിലും അന്ന് ഹൈറ്റ് കൂടുതലാണെന്ന് സംശയം. അപ്പം ആദ്യം ഇവന് വിട്ട് ഇവൻ എന്നേക്കാളും ഹൈറ്റ് കൊടുത്താൽ ഇവൻ ഡാർക്ക് അടിച്ച്. അല്ല അവൻ പറഞ്ഞു ഹൈറ്റ് സാധാരണ, ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ
ഇപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പോവില്ല, ഇവിടെ നിന്ന് തന്നെ നോക്കും. ഒന്നുമില്ല, ജസ്റ്റ് ചിരിക്കുക. അസംബ്ലി ഇന്ത്യസ് മൈ കൺട്രി, ഇന്ത്യസ് മൈ പ്രസിഡന്റ്, അങ്ങനെ പറയും. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെയല്ല, ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ. ഇപ്പോൾ ക്യാമറ ഉണ്ടല്ലോ, ഷീ സ്റ്റാൻഡിങ് ദർ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്, അപ്പോൾ ഇങ്ങനെ നോക്കും. പിന്നെ നമുക്ക് മനസ്സിലാവും തുടങ്ങി ഒരു ആവശ്യമില്ലാണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ തിരിയും ഇങ്ങോട്ട്. ആ കളിയും ചിരി ഓവറായിട്ട് ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അപ്പോൾ എന്താണ് എൻ്റെ സിനിമയിൽ പോലും എനിക്ക് ഇത്ര നല്ല സീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് ചോദിക്കും, നമുക്ക് പേരെന്താ ചോദിക്കും. നമുക്ക് എന്തൊരു പുതിയ ആൾക്കാരായതുകൊണ്ട് ഏത് ഡിവിഷനാണ് എന്ത് തേങ്ങയെന്നൊന്നും മനസ്സിലാവില്ല, അപ്പോൾ ചോദിക്കുന്നില്ല. അപ്പോൾ ആരും പറയൂല, ആർക്കും പേര് അറിയില്ല. അങ്ങനെ ഇങ്ങനെയായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോയി അവസാനം ഒരു പോയിന്റിൽ നമ്മൾ എന്താ പറയുക, ഹൈറ്റൊക്കെ ചെക്ക് ചെയ്തു. സൈഡിൽ വന്ന് നിന്നിട്ട് കുഴപ്പമില്ല. അപ്പം ഇവനോട് പറയാം ബാക്കിൽ നിന്ന് നോക്കാൻ, ഷോൾഡർ ആർക്കാ കൂടുതൽ. ഞാനിവിടെ തുടങ്ങിയത് എന്താ ബൈക്ക്. സോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സൈക്കിളിലാണ് പോകുന്നത്. അല്ലല്ല, ഞാൻ അതിലേക്ക് ബൈക്കിലേക്ക് എത്താം. ഞാൻ ബൈക്ക് എന്തുകൊണ്ട് എടുത്തു എന്ന് എൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ പുള്ളിക്കാരത്തി ആക്റ്റീവ മേടിച്ചു. ആക്റ്റീവ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സൈക്കിളിൽ പോവാണ്. ഒരു കാരണവശാലും മുമ്പ് ഇപ്പോൾ നമ്മൾ സ്കൂൾ വിടുമ്പോൾ നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ, അന്ന് ഞാൻ പഫ്സും സ്പ്രൈറ്റ് ഇല്ലേ, സ്പ്രൈറ്റ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു, ചെറിയ സ്പ്രൈറ്റ് 5 രൂപയുടെ. അപ്പോൾ ഇങ്ങനെ കഴിക്കും. അപ്പോൾ പുള്ളിക്കാരത്തി പോകുമ്പോൾ അപ്പോഴത്തേക്കും പഫ് കഴിച്ചിട്ട് പിന്നെ അതിനിങ്ങനെ താടിയൊന്നുമില്ല, ക്ലീൻ ഷോ. അപ്പോൾ ഒന്നുമില്ല, ഇതിനെ ഫോളോ ചെയ്യാം. പിന്നെ ഒരു പോയിന്റ് വരുമ്പോൾ പുള്ളിയത്ത് ലെഫ്റ്റ് പോകും, നമ്മൾ റൈറ്റിൽ പോകും. അത്ര തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതും ഇല്ലാതെ ആക്ടീവ് എന്ന് പറഞ്ഞാൽ ഠാ എന്ന് പോവല്ലേ നമ്മൾ സൈക്കിള്. അപ്പോൾ 2 ദിവസം മരിച്ചു. അപ്പോൾ ഇവൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ബൈക്ക് പടിയാണ്, ഇതിൻ്റെ ബൈക്ക് ഉണ്ടല്ലോ. ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ബൈക്ക് എടുക്കണം. ഇപ്പോൾ സൈക്കിൾ പഞ്ചറാകാൻ തുടങ്ങി. സൈക്കിൾ പഞ്ചറായാലല്ലേ ബൈക്കിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈക്ക് ഓടിക്കാൻ അറിയില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ അച്ഛൻ ആകെ ചെയ്യാൻ പറഞ്ഞത് ബൈക്ക് കീ എടുക്കുക, ഇഗ്നിഷൻ ഓൺ ചെയ്യുക, വണ്ടിയിൽ ബൈക്കിൽ ഇരുന്നിട്ട് ഇഗ്നിഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ പറയും സ്റ്റാൻഡ് എടുക്കണ്ടേ, അല്ലല്ലോ. പിന്നെ ന്യൂട്രൽ ഇട്ടിട്ട് ഒരു കിക്ക് അടിക്കുമ്പോൾ ഡ്രന്നാക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കും, ഓർച്ചലോ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് വണ്ടി മുന്നോട്ട് പോവില്ല, എൻജിൻ ഹീറ്റാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചിരിക്കും, ബൈക്ക് ഇतना चलाएगा അതുപോലെ ഐ മീൻ നീ ഇന്ന് കുറേ നേരം വണ്ടി ഓടിക്കുമെന്ന്. ഇപ്പോൾ വണ്ടി അവർ കമ്പൗണ്ടിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാം, ഇത് ഇങ്ങനെ ചൂടാക്കാം. അപ്പോൾ അച്ഛൻ വരുമ്പോഴേക്കും വണ്ടി ഓൺ ആയിരിക്കണം എന്ന രീതിയിലുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ താഴെ ഒരു അങ്കിൾ പറഞ്ഞു, അങ്കിൾ ഇത് ഭയങ്കര മോശമാണ് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ എനിക്കൊന്ന് ബൈക്ക് ഓടിച്ചാൽ കൊള്ളാം. അപ്പോൾ പുള്ളിയാണ് എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. പുള്ളി ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുന്നു. ഈ ബൈക്ക് എടുത്തിട്ട് ഞാൻ ചേസ് ചെയ്തിട്ടുണ്ട് ചുമ്മാ. അങ്ങനെയാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ ലൈക്ക് ഇവൻച്വലി ഞാൻ +2 കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിച്ചു, ഒരു പൾസർ. ഇപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ഒരു സമയം, പിന്നെ അത് വിട്ട്. എനിക്ക് സാജൻ ആ വീഡിയോയിൽ ആ ബൈക്കിന്റെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം എന്ന് പറയും, ഈ ആ വീടും സ്ഥലവും പരിസരമൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും അത് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടോ? ഇല്ല, ഞാൻ വിറ്റു. അത് ഐ തിങ്ക് ഒരു വിതിൻ 1 ഇയർ ഗുജറാത്ത് ഗവൺമെന്റ് ആ ഏരിയ മൊത്തം ഡെമോളിഷ് ചെയ്യാൻ പോവാം. ഞാൻ അവിടെ പുതിയൊരു ടൗൺഷിപ്പ് കൊണ്ടുവരാൻ പോവാം, വികസനത്തിന്റെ ഭാഗം. എൻ്റെ വിഷമം അതായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐഡന്റിറ്റി പോകും. ഒരാളുടെ ചൂണ്ടിക്കാണിക്കാനൊന്നും ഇല്ല, ഇത് എവിടെ നിന്ന് വന്നു, നേരെ ഒരു 20-25 ഇയേഴ്സ് ഓഫ് ലൈഫ് ഇല്ലാതെയാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ട്. പിന്നെ വിചാരിച്ചു ഓക്കെ നല്ലതല്ലേ, ഇപ്പോൾ പുതിയ എല്ലാം ഡെവലപ്മെൻറ്റ്സ് വരുന്നു, അതൊക്കെ നല്ലതാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് സൂപ്പർ ഹീറോ സൂപ്പർമാനാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർമാനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഉണ്ണിച്ചേട്ടൻ എവിടെ ആദ്യം കൊണ്ടുപോകും? ഏത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും? ആദ്യം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. ആദ്യം വീട്ടിൽ കൊണ്ടുപോകും, ഓക്കെ. പിന്നെ ഫുഡ് എന്താ, ഒരു നല്ലൊരു സദ്യ ഒരുക്കി കൊടുക്കും. ഫേവറേറ്റ് ഉണ്ണിച്ചേട്ടൻ്റെ ഫേവറേറ്റ് സദ്യയാണ് അല്ലേ? അപ്പോൾ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അമ്മ എന്നോടൊരു കഥ പറഞ്ഞു. ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചിരുന്നു ഇന്നലെ. സംസാരിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ എടുത്ത് കളിക്കാൻ അമ്മ വിടും, എന്നിട്ട് കയറ്റി വിടുന്ന ഓട്ടോയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും. അമ്മയ്ക്ക് ടെൻഷനാ, എന്നുവെച്ചാൽ അവിടെ ആയതുകൊണ്ടും എങ്ങനെ പോയി തിരിച്ചെത്തും ആ ഒരു ടൈമൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് ആ ഓട്ടോയിലൊക്കെ വിടുമ്പോൾ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും. ഇനി എത്തിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ അന്ന് അമ്മ എൻ്റെ കോച്ചിങ് ക്ലാസ്, എനിക്ക് ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ വിൽ ടെൽ യു അഗൈൻ, എനിക്ക് ക്രിക്കറ്റ് കിറ്റ് ബാഗ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ലൈക്ക് ആ
ഗ്ലവ്സ് ഒക്കെ അതൊക്കെ അന്ന് ഭയങ്കര സംഭവമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് ഓൾസോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനിതിങ്ങനെ തൂക്കി പോകുമ്പോൾ അവരിങ്ങനെ വിചാരിക്കും ബിക്കോസ് അന്ന് പാർവതിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പാർത്ഥിവ് പട്ടേൽ എന്ന് പറയുന്ന ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്, ഇൻ്റർവ്യൂ കാണുന്നവർക്ക് അറിയാം. പാർത്ഥിവ് പട്ടേൽ യൂസ് ടു സ്റ്റേ ഒരു 20 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരൻ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി മാറി. ആൻഡ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അത് ഏകദേശം വെരി യങ് പ്ലെയർ ടു പ്ലേ ഫോർ ഇന്ത്യ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. ഓക്കെ, പിന്നെ ഇർഫാൻ പഠാൻ ബറോഡയിലാണ് കളിക്കുന്നത്, ഞാൻ അഹമ്മദാബാദിൽ. അപ്പോൾ ഗുജറാത്തിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അമ്മ എനിക്ക് 10 രൂപ ഓട്ടോറിക്ഷയ്ക്ക് തരും. അപ്പോൾ ഞാൻ ഓട്ടോയിലാണ് പോവുക. ഞാൻ പറയട്ടെ, സാധാരണ കുട്ടികളിങ്ങനെ നടന്നിട്ടും സൈക്കിളിലൊക്കെ പോവുക. അപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം വെച്ചിട്ട് ഈ സാധനം കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര പാടാണ്. ഇനി സൈക്കിൾ വെച്ച് ഇമ്പോസിബിൾ. മാത്രമല്ല ഞാനിങ്ങനെ അയ്യോ അമ്മ കുറച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് 10 രൂപ അങ്ങോട്ട് പോകാനും 10 രൂപ ഇങ്ങോട്ട് വരാനും തരും, 20 റുപ്പീസ്. ഇപ്പം 20 റുപ്പീസ് എനിക്കൊരു 2 lakhs പോലെ ഫീൽ ചെയ്തു. ഇത് ആരെങ്കിലും അടിച്ചു മാറ്റുമോ, അങ്ങനെ ഭയങ്കര തിരിച്ചു വരേണ്ടതെന്നൊക്കെ. അങ്ങനെ വൺ ഫൈൻ പോയിന്റ് എനിക്ക് റിയലൈസ് ചെയ്തു. ഞാനിങ്ങനെ പ്രാക്ടീസൊക്കെ ഉഴപ്പും. അപ്പോൾ കോച്ച് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പറയും. എനിക്ക് എത്രയും പെട്ടെന്ന് ബാറ്റിംഗ് മതി. അപ്പോൾ അതല്ല ക്രിക്കറ്റിന് മനസ്സിലായി, മെയിൻ സ്ട്രീം ക്രിക്കറ്റിൽ അങ്ങനെയൊന്നുമല്ല. ഞാനങ്ങനെ പിന്നോട്ട് പോയ ആളാണ്. ഞാൻ ക്രിക്കറ്റ് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ എനിക്ക് പിന്നീട് ഭയങ്കര അതെ പിന്നീട് എനിക്ക് മനസ്സിലായി ഐ കുഡ് ഹാവ് എക്സ്പ്ലോർഡ് ഇറ്റ്. എനിക്ക് അങ്ങനത്തെ ഒരു ടാലൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, ഒരു അവസരം കിട്ടി, ഞാനതിനെ ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. പിന്നെ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഒരു നല്ല കരിയർ ഉണ്ടായതിനെ വിട്ടുപോയി. ദെൻ എനിക്ക് ലിറ്ററേച്ചറിൽ ഭയങ്കര താല്പര്യം തോന്നിയപ്പോഴാണ് അച്ഛനോട് ഈ കാര്യം പറഞ്ഞത്. അതിലും അച്ഛനും എന്നെ സപ്പോർട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞില്ല, ബിക്കോസ് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഉഴപ്പി വേണ്ടാന്ന് വെച്ചാൽ അതാണ്. അവർക്ക് ചിലപ്പോൾ ഇപ്പോഴും അറിയില്ല, ബട്ട് ഐ നെവർ യൂസ് ടു പ്രാക്ടീസ്. എനിക്ക് ക്രിക്കറ്റ് മാച്ച് കളിച്ചാൽ മതി. ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്നു ഒരു കാലത്ത്. മാച്ച് കളിച്ചാൽ മതി എന്ന് ഉണ്ട്. അപ്പോൾ ഈ കോച്ച് ചിലപ്പോൾ നമുക്ക് ചില ദിവസം ബാറ്റിംഗ് തരില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ബാറ്ററി. അപ്പോൾ ഞാൻ ഇപ്പോൾ 10 രൂപ അന്ന് അമ്മ 10 രൂപ തരുന്നത് എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. സോ ദെൻ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് അവിടെ ജസ്റ്റ് പോവും. അന്ന് ബാറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. പിന്നെ 20 രൂപ ഡെയിലി എക്സ്പെൻഡിച്ചർ. അപ്പോൾ 20 റുപ്പീസ് പെർ ഡേ മീൻസ് ലൈക്ക് 30 days. അപ്പോൾ 600 റുപ്പീസ് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പെർ മന്ത് പാലിൻ്റെ 250 റുപ്പീസ് ഉണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് പാല് കുടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ എക്സ്പെൻഡിച്ചർ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ്. എൻ്റെ വീട്ടിലങ്ങനെ ഞാൻ എന്താ പറയുന്നത്, എനിക്കിങ്ങനെ സിമ്പതി ലൈൻ ഇഷ്ടമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അയ്യോ ഇങ്ങനെ ഐ ജസ്റ്റ് ഫീൽ ഇറ്റ്സ് എ ടഫ് ലൈഫ് എനിവേസ് ഫോർ എവ്രി വൺ. ആൻഡ് അതിലൂടെ എന്തെങ്കിലും സ്വയം പഠിച്ചെടുക്കുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും. ഇപ്പോൾ ലൈഫ് തന്നെ ഡിഫറെൻറ്റാണ്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബിക്കോസ് അവിടെ ബഫലോ മിൽക്കാണ് കുറച്ചും കൂടി ഫാറ്റ്. അപ്പോൾ ആ പാലാണ് അമ്മ എനിക്ക് മേടിച്ചു തന്നത്. സോ ദാറ്റ് ഐ ഷുഡ് ഗോ സ്ട്രോങ്. മനസ്സിലായ? അപ്പോൾ ഈ ജിമ്മിൽ പോവുക, ഈ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്ത് തന്നെ എൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ കറങ്ങി തിരിഞ്ഞ് അടുത്തൊരു വേറൊരു ഡിഫിക്കൽട്ട് കരിയർ ചൂസ് ചെയ്തപ്പോൾ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതേ കരിയറിലെത്തി ഒരു പൊസിഷനിലെത്തി എന്ന് കുറേ പേര് നമ്മൾ പറഞ്ഞ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ ഐ തോട്ട് ഞാൻ ഇനി ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ എന്ന്. ഇനിയൊരു കിട്ടിയ അവസരമാണ്, ഞാനത് വെറുതെ കളയില്ല എന്ന്. പിന്നെ ഞാൻ അഗെയിൻ വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഐ തോട്ട് എനിക്ക് 80 to 85% മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരിക്കുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിത്തം വേണ്ടെന്ന് വെച്ചു. എനിക്ക് എന്ത് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ ഫോക്കസ് മാറി. എനിക്ക് മൊത്തത്തിലൊരു ഷിഫ്റ്റ്, ആ പ്രായത്തിൻ്റെ ഒരു ഭയങ്കരമായ എന്ത് ചെയ്യണം എന്നുള്ള. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ ജോലിക്ക് കയറി. ആ ജോലിയുടെ കാര്യം സാഞ്ചേട്ടൻ്റെ മറ്റേ വീഡിയോ കണ്ടോ? കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് കള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളത് കണ്ടതുകൊണ്ട് ഞാൻ പറയാം. കള്ള സർട്ടിഫിക്കറ്റ് അവൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റെഫ്രിജറേഷൻ്റെ ഒരു കടയായിരുന്നു. അപ്പൊ അവന്റെ കടയിൽ ഞാൻ അങ്ങനെ ചുമ്മാ പോയിരിക്കും. ഫ്രണ്ടിലിങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ അത് ചെയ്യും മറ്റേത് ചെയ്യും. അപ്പൊ ഇവൻ എന്നോട് കണ്ണാടി നോക്കാം മുടി ജീവാ, അത് അവനായിരുന്നു, എനിക്കല്ല. അപ്പൊ ഞങ്ങൾ പോകും. അപ്പൊ ഞാൻ ആക്ച്വലി ഈ അഭിനയത്തിന്റെ ഏറ്റവും പീക്ക് ഫോം അടിച്ചത് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അവിടെ ഒരു അപ്സര എന്ന് പറയുന്ന അനുപം എന്ന തിയേറ്ററിന്റെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ്, പ്രഗതിയുടെ നേരെ ഓപ്പോസിറ്റ് അനുപം. അവിടെ കഹോന പ്യാർ റിലീസായി.
ആ തിയേറ്റർ സിംഗിൾ സ്ക്രീനാണ്, സോ നോട്ട് ദാറ്റ് ക്രൗഡഡ്. പക്ഷേ ഋതിക് റോഷൻ്റെ കഹോന പ്യാരെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിക്കാം ഈ ഫോർട്ട് നൈറ്റ് സൂപ്പർ സ്റ്റാർ ഇസ് ബോൺ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ തിയേറ്റർ നിറഞ്ഞിരിക്കുക. ആൻഡ് ഐ ഫെൽഡ് ഭയങ്കര സംഭവം അല്ലേ, ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ ലൈഫ് മാറി. അത് സിനിമയ്ക്ക് അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അങ്ങനെ ഒരു ഡ്രൈവ് എന്ന് പറയില്ലേ, നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. ഒരാൾ എഫേർട്ട് എടുക്കുന്നു. ഋതിക്കിന് സ്റ്റാമറിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഷൊർണൂർ ENT പോയിട്ടാണ് എൻ്റെ സ്റ്റാമറിങ് ഇഷ്യൂ ക്ലിയർ ആക്കിയത്. പക്ഷേ എനിക്കിവിടെ ഒരു സർജറി നടന്നിട്ടുണ്ട്, വേറെ ഐ കുഡ് നോട്ട് സ്പീക്ക് പ്രോപ്പർലി. അപ്പോൾ നോക്കിയപ്പോൾ ഋതിക് റോഷനും അങ്ങനെയുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആവുന്നില്ല ഋതിക് റോഷൻ. ഋതിക് റോഷൻ അത് കവർ ചെയ്തു. പുള്ളിക്ക് മറ്റേ ബോൺസിൻ്റെ കുറേ പ്രോബ്ലം ഉണ്ട്, ഹീസ് വർക്കിംഗ് ഹാർഡ് അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മൾ പല സ്ഥലത്തു നിന്നും ലൈഫിൽ ഇൻസ്പയർ ആവാൻ നോക്കും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൗഡും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ സിനിമയിൽ തന്നെ പഠിക്കാമെന്ന്. ആൻഡ് ഐ വാസ് വെരി അഡമന്റ്. ഞാൻ പറഞ്ഞു വിദ്വത് തൂ ദേഖന മതലബ് ഹീറോ ബനു. അത് അവിടെ ഹിന്ദി ആട്ടോ, അടുത്ത ട്രോൾ. ഓക്കെ വിട്ടേക്ക്. അതല്ല ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ യു ഹാവ് ടു ബിൽഡ് എ സർട്ടൻ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ നിന്ന് കണ്ടെത്തണം. ഇന്നത് അങ്ങനെയല്ല. എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ ഞങ്ങൾ സിനിമ കാണാൻ പോകും. 5 രൂപയ്ക്ക് ഇംഗ്ലീഷ് പടങ്ങൾ ഡബ് ചെയ്ത് കിട്ടും അവിടെ. ഇംഗ്ലീഷ് മൂവീസൊക്കെ ഡബ് ചെയ്തിട്ട് 5 രൂപയാണ് ടിക്കറ്റ് അതിൻ്റെ. അപ്പോൾ അതിൽ എവരി സാറ്റർഡേ സൺഡേ സിനിമ കാണാൻ തുടങ്ങി. അപ്പോൾ ഇത് ഭയങ്കര തിരക്കാട്ടോ അവിടെ, മറ്റേ ഭയങ്കര തിരക്ക്, സാധാരണ സിനിമകൾ പോലെയല്ല. അപ്പോൾ ഈ മാറ്റി വരുന്ന സിനിമ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് ഭയങ്കര അഭിനയം, അങ്ങനെ ഛർദ്ദിക്കുക. അപ്പോൾ ആൾക്കാർ ഓടി വരും, 10 പേര് കട്ട് ചെയ്ത് ഇവൻ പോവും. അപ്പോൾ വിദ്യുത്തുള്ളൊക്കെ നോട്ടങ്കി എന്ന് പറഞ്ഞിട്ട്, നോട്ടങ്കി എന്ന് പറഞ്ഞാൽ ഡ്രാമ. അപ്പോൾ സോ ഇവൻ്റെ കടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ യാർ ജോബ് ലഗ്നി തോ അവൻ പറഞ്ഞു ക്യാ ചെയ്യാം. അവൻ പറഞ്ഞു അവർക്ക് 6 മാസം മിനിമം. അപ്പോൾ നമ്മളിപ്പോൾ +2 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ജോലി എവിടെയാണെന്ന് ചെയ്യുന്ന ഒരു പിടിയില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് പഠിത്തം മടുത്തു. ഞാൻ വീട്ടിൽ പറയാൻ മുന്നേ അവനെ അറിയാം. അപ്പോൾ ചോടനെ വാലോന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു ചെയ്യേക്കാം, അതുപോലെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ നേരെ എൻ്റെ കയ്യിൽ അത് ഇപ്പോഴും ഉണ്ട്. ദാറ്റ് ഈസ് Unnikrishnan Mukundan was found to be honest and hardworking during his tenure as a sales representative in Quick Cool Refreshment. ഇവനെന്നെ അടിക്കുന്നത് അങ്ങനെ 6 മാസത്തെ എക്സ്പീരിയൻസ് ഇത് വെച്ചിട്ട് നമ്മൾ നേരെ വർക്ക് ഫോർ. അപ്പോൾ ഇവർ വെക്കും. സോ അവിടെ there is a trend of ലൈക്ക് എന്താ പറയുക, ഏൺ വാല്യൂ. അതൊക്കെ നമ്മൾ കോൺഫിഡൻസിൽ കുറവൊന്നുമില്ല. അപ്പോൾ ഏൺ വാല്യൂ ലേൺ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ മോസ്റ്റ്ലി സ്റ്റുഡൻസ് അവിടെ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴും ദേ ഡു സം ഓഡ് ജോബ്സ്. എനിക്കത് ഇഷ്ടമാണ് ആ കൺസെപ്റ്റ്. ലൈക്ക് ഫുൾ ടൈം ഇങ്ങനെയല്ല. അപ്പോൾ ബൈ ദ ടൈം യു ഫിനിഷ് യുവർ ഗ്രാജുവേഷൻ നിങ്ങൾക്കൊരു 2-3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ അതേ സമയത്ത് ഡിസ്റ്റൻസിൽ MBA ചെയ്യും, ജോലി ചെയ്യും. അപ്പോൾ 5 years ഓഫ് വർക്ക് എക്സ്പീരിയൻസും ദെൻ യു ഹാവ് എൻ MBA. സോ നിങ്ങൾ വലിയൊരു കമ്പനിയിൽ പോകുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് വേറെയാണ്. സോ അങ്ങനെ പോയി. ഞാനൊരു 2.5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം വിട്ടതോടെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഫാമിലി ഇല്ല. എൻ്റെ അമ്മക്ക് ഭയങ്കര കൂളാണ്. അവർക്ക് പണ്ട് മുതലേ അതാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ഭയങ്കര തള്ളി വിട്ടത്. എന്ന് വെച്ചാൽ ഇവൻ പറയുന്ന പോലെ ചെയ്യും, അങ്ങനെ ബിൽഡപ്പ്. ആ വീഡിയോ ഫുൾ ബിൽഡപ്പ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് പണിയാണ് കാണിച്ചത്. ഇല്ലടാ കറക്റ്റ് അല്ലേ, അവർ ഉള്ളതാണ്. പക്ഷെ അവിടെ മറ്റേ വേറെ സംഭവം, ട്രോളിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എല്ലാവരും പിടിച്ച് തന്നെ. അപ്പോൾ അവർ നീ ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് അല്ലേ. വെരി നൈസ് മെമ്മറീസ് ആക്ച്വലി. എങ്ങനെ അച്ഛനും അമ്മയും ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ? ഡിഫിക്കൽട്ടാണ്, ഒരു വേർഡിലൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മേ ബി ഒരുപാട് കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റും. പക്ഷെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ബട്ട് ഐ എം വെരി ഗ്ലാഡ്, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ എൻ്റെ ഒരു ചെറിയച്ഛനുണ്ട്, പുള്ളി മധ്യപ്രദേശിലാണ്, മോർ ലൈക്ക് എ ഫ്രണ്ട്. പുള്ളി ഒരുപാട് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക്. ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓൾ ജസ്റ്റിഫൈഡ്. എനിക്ക് എൻ്റെതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതിൽ എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ മേ ബി ഐ സെറ്റിൽ ഡൗൺ സംവെയർ. ഉണ്ണിച്ചേട്ടൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ലൈക്ക് ബയോയിൽ ഒരു ക്യാപ്ഷൻ ഞാനിങ്ങനെ കണ്ടു, ഡ്രീം ഇറ്റ്, എയിം ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് എന്നുള്ളത്. ഇപ്പോൾ UMF എന്നുള്ളത് അതൊരു ഡ്രീം, മേ ബി അതിപ്പോൾ ഉണ്ണിച്ചേട്ടൻ അത് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ട്സിനോട് പറയും ലൈക്ക് ഹീറോ ആവണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. ഇറ്റ് ഓൾ ഹാപ്പൻസ്.
എൻ്റെ ഫസ്റ്റ് സിനിമ ലൊക്കേഷൻ തന്നെ സീഡൻ പടത്തിൽ ഓക്കെ. ക്യാമറ തന്നെ ആദ്യമായിട്ട് കാണുന്ന അവിടെയാണ്. ഇച്ചിരി ദിവസം തന്നെ എല്ലാം കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെ തന്നെ കിട്ടണമെന്നില്ല. ബട്ട് ഡു യു വോണ്ട് ഇറ്റ് ദാറ്റ് ബാഡ് എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ വർക്ക് എത്തിക്സിൽ അല്ലെങ്കിൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ ആരെങ്കിലും സംശയം കാണിച്ചാൽ ഐ വിൽ ബി സ്കാഡ്. അച്ഛനെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോഴേക്കും എന്തായിരുന്നു അച്ഛൻ്റെ റിയാക്ഷൻ? ഞാൻ എല്ലാ പടത്തിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല. മേപ്പടിയിൽ അച്ഛൻ്റെ റോളുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അച്ഛനാകെ എന്നെ സിനിമ മറ്റേതാക്കി ഭയങ്കര ഞാൻ ക്യാരക്ടർ അങ്ങനെയൊക്കെ. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി അച്ഛനാണ് പിന്നെ നാഷണൽ അവാർഡ് അടിക്കുന്നത്. നമ്മളങ്ങനെ ബാലൻസ് ഔട്ട് ചെയ്തു. നീലവാനച്ചോലയിൽ നീണ്ടിടുന്ന ചന്ദ്രികേ